ഇപ്പൊ ഗൈസ് നമ്മളിന്നൊരു ഡ്രൈവ് പോവാണ്. വെറും ഒരു ഡ്രൈവ് അല്ല, ഒരു സ്പെഷ്യൽ ഡേ ആണ്. പ്രിയേഷിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, നമ്മൾ ഇതാണ് വധു, ഇതാണ് പ്രിയേഷ്. ഓക്കെ, അപ്പൊ കുളത്തൂപ്പുഴയ്ക്ക് വിടാം. ഗ്രാമപ്രദേശത്തേക്ക് പോവുകയാണ്. വധു കുളത്തൂപ്പുഴയിൽ നിന്നുമാണ്. വധു കുളത്തൂപ്പുഴയിൽ. അയ്യോ അയ്യോ അയ്യോ, അവ പ്രിയേഷ് അനുഭവിക്കാൻ പോവുകയാണ്. ഇനി ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത പലതും അവ അനുഭവിക്കും. കാരണം എല്ലാത്തിന്റെയും പിന്നിൽ അഞ്ജന അറോറ, റോബിൻ ഹുഡിന്റെ അതല്ലേ? കണ്ട പാവം, സുന്ദരി, സുമുഖ, നല്ല മനസ്സിനോടമ്മ. പക്ഷെ അങ്ങനെയല്ല. എങ്ങനല്ല? ഡീസന്റ് ഇത്ര നേരം വളവളാ സംസാരിച്ചോണ്ടിരുന്ന. ഇതൊന്നും വരത്തൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട മാത്രം കട്ട് ചെയ്തിടും എടുക്കത്തുള്ളൂ. കാരണം നിന്റെ സൗന്ദര്യം നമ്മൾ ഒപ്പിടും. നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ ക്യൂട്ട്നെസ്, നല്ല ഹൈറ്റ്, ഇതൊക്കെയാണ് വീഡിയോയിൽ വരുന്നത്. പക്ഷേ ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യാ. അത് ചേച്ചിക്ക് ഇതാ ഞാൻ പറയാ കടന്നായ. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നല്ല? എന്തുകൊണ്ട്? അത് നിങ്ങളുടെ ലവ് മാരേജ് അല്ലേ? നാട്ടുകാരൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് ലവ് മാരേജ് ആണെന്ന് ഞാൻ അറിയാം. അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ 2 മാസത്തിനുള്ളിൽ ഇവനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ കുട്ടികൾക്ക് പോലും അറിയാം. എന്റെ അറിവിൽ നിങ്ങളിവിടെ +2 പഠിക്കാൻ വന്നപ്പോ ഉള്ള ബന്ധമാണ്. +2 പഠിക്കാൻ വന്നപ്പോ പ്രിയേഷ് വന്നോ, പ്രിയേഷ് ഇഷ്ടമാണെന്ന് പറയുന്നോ? ഭർത്താവ് കോഴിയാണെന്നല്ല ഇവിടെ സാധ്യമാകുന്നത്. ഇവിടെ സംസാരിക്കുന്നത് ലവ് മാരേജും അറേഞ്ച് മാരേജിനുള്ള വ്യത്യാസമാണ്. അല്ലാതെ നിന്റെ പ്രിയേഷ് കോഴിയാണെന്നോ ടർക്കിയാണെന്നോ ഇരിക്കുന്നില്ല. അതെല്ലാം ഇവിടെ സംസാര വിഷയമാണ്. നിങ്ങൾ +2 തുടങ്ങിയ ബന്ധം ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു? പറയൂ. പിന്നെ പ്രിയേഷ് നമ്മുടെ അടുത്ത് പോലും അത് മറച്ചു വെച്ചുകൊണ്ട് മുന്നേറുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. മോശം പ്രവണതയാണ്. കാരണം നിന്നെ പോലുള്ള പെണ്ണിനെയാണ് എത്ര പറയാതിരിക്കും. വല്ല ഐശ്വര്യമാണെങ്കിലും വേണ്ടില്ല, നിന്റെ കാര്യം എന്തിനു മറച്ചു വെക്കൊണ്ടിരിക്കുന്നു? നീ സാധാ ഗേൾ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഇല്ല, ഇതിനല്ല ഞാൻ മിണ്ടി കഴിഞ്ഞാൽ പിന്നീട് അനുഭവിക്കേണ്ടി വരും. പിന്നെ ഷർട്ടും കൊണ്ട് വരുന്ന മൊത്തം അള്ളലും പിച്ചലും മർദ്ദനത്തിന്റെ പാടുകൾ. അതൊന്നും ചെയ്യില്ല കേട്ടോ. പ്രിയേഷ് പാവം പറയാം, നല്ല പയ്യനാണ്. ആദ്യമായിട്ട് ഇവിടെ എന്ത് ചോദിച്ചു പ്രിയേഷിനെ എങ്ങനെ? ഞാൻ നല്ല പയ്യൻ, പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനസ്സിലാണ്, അടിപൊളി പയ്യൻ. ഈയായിട്ട് ഈ വണ്ടി ചെയ്ത് ചാടിക്കെടുത്ത് കല്യാണം കഴിക്കാനൊക്കെ. ഇനിയാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം മാറാൻ പോകുന്നത്. ചെറുക്കന്മാരയച്ച് കോഴിത്തരോ കാണിക്കൂടി. നമ്മളിപ്പോ ഞാൻ വീട്ടിലിപ്പോ വേണ്ട, ഇപ്പൊ ഞാൻ അങ്ങനെ നിനക്കറിയാം, എനിക്ക് വീട്ടിലെ ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ എപ്പോഴും വീട്ടിലെ ഫുഡേ കഴിക്കാറുള്ളൂ. പക്ഷെ പ്രിയേഷ് വീട്ടില് പുറത്തേ ഫുഡ് ഇഷ്ടമാണ്. പ്രിയേഷ് വീട്ടിലെ പൊതിച്ചോറും കഴിക്കും, നാട്ടിലിറങ്ങി മന്തിയും കഴിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അത് നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പ്രിയേഷ് ഈ പാശ്ചാത്യ ലോകത്തിലൂടെ വിളയാടി പോണ്ടിച്ചേരിയിലും ഗോവയിലും മുംബൈയിലും ഒക്കെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു ജീവിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഇല്ലേ നീ സമ്മതിച്ചു കൊടുക്കണം.
ചിലപ്പോ ബന്ധങ്ങളൊക്കെ കാണും. മറ്റേ അതൊക്കെ സെലീന ഈ പെണ്ണിനോട് പറഞ്ഞാൽ മനസ്സിലാവോ? ഇതൊന്നും മനസ്സിലാവില്ല. നാടൻ കുട്ടി മനസ്സിലായോ? ഇങ്ങനെ ചിരിക്കരുത്, അവന്റെ ബോധം പോകും. അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം നീ കാട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ്. ഫോറസ്റ്റിന്റെ വക്കിൽ കിടക്കുന്ന കുട്ടികൾക്കൊന്നും മോഡേൺ രീതിയെ കുറിച്ച് അറിയില്ല. നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് നീ അഡ്ജസ്റ്റ് പണ്ടേ മനസ്സിലായോ? ഇനി പുറത്തൊക്കെ പോയി ജീവിക്കേണ്ട കുട്ടിയാണ് നീ. കാനഡയ്ക്കൊക്കെ പോകണമെന്നല്ലേ പ്ലാൻ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറയണേ. നീ അനുഭവിച്ചു കൊടുക്കണം. റിയൽ ഭാവം പോലെ ഇരിക്കുന്നു. ഇങ്ങനെ ചിരി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ അല്ലാതെ ചിരിക്കുകയാണോ അറിയോ? അതോടെ പെട്ടെ കരയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു. പറ, നീ പറ, തിരിച്ചെന്തേലൊക്കെ പറ. നീ ഇങ്ങനൊന്നും അല്ലല്ലേ, നീ നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണു വിഷയത്തേക്കായി വല്ല വിഷയം വേറെ ഏതാ പ്രിയേഷേ? എനിക്ക് ഒരു പെണ്ണു വിഷയമല്ല. ഞാൻ നല്ല പയ്യൻ. ഒരു പെണ്ണെ മുഖത്ത് നോക്കുകയും ഇടപെടുകയും നല്ല ചേച്ചി, നല്ല സ്വഭാവമുള്ള ചേച്ചി. ആ കൊച്ചിനെ മാറോട് ചേർത്ത് സ്നേഹത്തോടെ പോകുന്ന ഒരു അമ്മ. അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചേച്ചിയുടെ മുഖം കണ്ട് എന്തിന് ഹൈറ്റ് ഒരു പെണ്ണിന് വേണ്ടുന്ന പി.ടി. ഉഷ ഹൈറ്റില്ലേ? അത്ലറ്റാണ് ചേച്ചി. ഏതൊരു ഘട്ടത്തെയും ചേച്ചിക്ക് താണ്ടാനുള്ള ആരോഗ്യവും ഹൈറ്റും വെയിറ്റും ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് പൊന്നെയാണ് നോട്ട് ചെയ്തത്. അല്ലേ പൊന്നെണ്ണ? അല്ല, നീ അത് വളരെ ചിന്തിക്കാതിരിക്കൂ. ആരോഗ്യപരമായ ഒരു കേരളം അതാണ്. മനസ്സിലായോ? എന്താ പ്രിയേഷ് ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറ. നീ മിണ്ട്, നീ വാ തുറക്ക്. എന്നോട് രജിസ്റ്റർ ചെയ്താൽ നിന്റെ ജീവിതം മുഴുവൻ അടഞ്ഞു പോവാ. ഇത് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം വണ്ടി. രംഗമോഹൻ ഹാപ്പിയാണോ? ഫോണും കൈ പിടിച്ചോളൂ. തമിഴ്നാട് ഫുട്ബോൾ കളിക്കാൻ പോകണടാ. നിന്റെ കാലൊക്കെ ആയിട്ട് നിന്റെ കാല് പൊടിയും. നീ എല്ലാം പോയി കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. എന്ന് പോകണം പിന്നെ തിങ്കളാഴ്ച കളിക്കാനെങ്കിലും പോയാ. എന്തായാലും ആയുധത്തെ കുറ്റം പറയാ. ആനന്ദണ്ണൻ കളിക്കാത്ത ഗെയിമുകളും ഇല്ല, ഓടാത്ത ഒരു പരിപാടിയില്ല. വയസ്സച്ച് റിട്ടയർമെന്റ് എത്തി ധോണിയെ പോലെ. ഞാൻ ഇടപെടാത്ത ഒരു സ്പോർട്സ് ഐറ്റും ഇല്ല സ്കൂളിലൊക്കെ പഠിക്കുന്നത്. സ്കൂൾ ബേസ് ചെയ്ത് പോലും ഫുട്ബോൾ, കബഡി, ക്രിക്കറ്റ്. അറിയോ? അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ ലാൽ ഒരു കുത്സവത്തിന് ഏർപ്പെടുന്നില്ല. ലാല് സദാചാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ലാല് മനുഷ്യനാണ്. മനസ്സിലായോ? രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമുണ്ട്. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയക്കാരനുമാണ്. പക്ഷെ ആ രാഷ്ട്രീയം മുമ്പിൽ 4 വർഷം മുമ്പ് പറഞ്ഞതല്ല. രാഷ്ട്രീയത്തിലൂടെ ജീവിക്കുന്ന തെറ്റല്ലേ മോനെ? നമ്മൾ തെറ്റും ശരിയും. എന്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നന്മയാണ്. എല്ലാവർക്കും നന്മ ചെയ്യുക, നല്ലത് വരുത്തണേ എന്നുള്ള ചിന്ത. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നന്മയുണ്ട്, തിന്മയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരിലില്ലേ, കൊങ്ങുകളില്ലേ, എല്ലാത്തിലും മൾട്ടിപ്പിൾ ഡാഡീസ് ഉള്ളവന്മാരുണ്ട്, സിംപ്രോ ഉള്ളവരുണ്ട്. മനസ്സിലായോ? അപ്പം ബിജെപിയിലുണ്ട് വന്നമാര്. ബിജെപിയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പൊ അവർക്ക് പാർട്ടി വളർത്തുന്നല്ലാതെ നാട്ടിൽ സേവിക്കണമെന്നും ആർക്കും ഒരു നിർബന്ധമില്ല. നമ്മൾ കുറച്ചു കാലം ജീവിച്ച് മരിച്ച് പൂഴ്ത്തും മരിക്കും. അവരുടെയൊക്കെ ബാങ്ക്, അവരുടെയൊക്കെ കുടുംബവും എല്ലാ പൈസയൊക്കെ അവരുണ്ടാക്കും. നമ്മളായിരുന്നു പറഞ്ഞാൽ അമ്മ കൊള്ളാം.
മനസ്സിലായോ? നമ്മുടെ കുടുംബം നോക്കി ഏത് ചേച്ചി? ഞാൻ കാണാത്ത ചേച്ചിയോ? അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാൽ പ്രിയേഷും ദാമ്പത്യ ജീവിതവും എന്താണ്? അല്ല ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ടിപ്സ് എന്താണ്? അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി അല്ല, പ്രിയേഷ് കല്യാണ ചെലവ് എത്ര? നീ ഇത്രയും നടത്തിയ ഒരു കല്യാണത്തിന്റെ സെറ്റപ്പ് വെച്ച് എത്ര രൂപ ചെലവായി? ഏകദേശം പറഞ്ഞാൽ മതി. നിന്റെ മാത്രം വീട് പണിയൊന്നും പറ്റത്തില്ലേ? കല്യാണം മാത്രം. കല്യാണത്തിലേക്ക് നിന്റെ കാര്യം വിടാം. അവളുടെ 8 ലക്ഷം 8 ലക്ഷത്തോളമായി. 8 ലക്ഷം ഉണ്ടെങ്കിൽ 8 ലക്ഷം മാത്രമല്ല, ഒരു 8-9 ലക്ഷം ആയിട്ടുണ്ട്. 9 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സാലറി നോക്കിയിട്ടില്ല. ഈ ഫ്രണ്ട്സ് മദ്യം ഇതെല്ലാം കൊടുത്തോ? എല്ലാം കൂടെ ഞാൻ പറഞ്ഞു. അല്ല നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഓഡിറ്റോറിയം എത്രയായി? ഓഡിറ്റോറിയം മൊത്തം കൂടെ ഒരു 70,000 രൂപ ഓഡിറ്റോറിയത്തിനായി. ഡെക്കറേഷൻ ഓഡിറ്റോറിയം മാത്രം. ഫുഡിന്റെ കാര്യം എങ്ങനെയായിരുന്നു? ഫുഡിന് 140. ഏതായിരുന്നു? കടുവയിൽ. ഓക്കെ. ഡെക്കറേഷൻ DJ എല്ലാം കൂടെ വരും. DJ ഡെക്കറേഷൻ 1 രൂപ. ഓക്കെ. ഫ്രണ്ട്സ് വെള്ളമടി അത് വിട്. അമ്മ മെയിൻ ആയിട്ട് നമ്മള് ഫ്രണ്ട്സ് റൂം അതെല്ലാം കൂടെ എത്രയായി? നിന്റെ ഒരു ഫ്രണ്ട് സെറ്റപ്പ് വെച്ച് അത്യാവശ്യം ഒരുപാട് സെറ്റപ്പ് ഉണ്ടല്ലോ വെച്ച് ഏകദേശം എത്ര രൂപയ്ക്കാണ്? മദ്യം മാത്രമല്ല റൂമും എല്ലാം കൂടെ. എല്ലാം കൂടെ വരത്തില്ല. എല്ലാം കൂടെ റൂം എനിക്ക് വളരെ കുറച്ചായിട്ടുള്ളൂ. എനിക്ക് അധികം എന്റെ മദ്യപിക്കുന്ന ഫ്രണ്ട്സിനെ പെണ്ണ് കിട്ടുകൊണ്ട് മദ്യപാനം കുറവായിരുന്നു. അതുകൊണ്ട് മദ്യത്തിന് കുറവാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഞാന് നീ എന്ത് പറഞ്ഞേ? ഓ, അതാണ് ഉദ്ദേശിച്ചത്. അന്നെണ്ണം മദ്യപിക്കത്തില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും അറിയാം. അത് വിട്. പിന്നെ അനാവശ്യ ചെലവുകളൊക്കെ ഞാൻ അവരോട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണം ചെയ്ത പെണ്ണ് അനാവശ്യമായിരുന്നു. അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല. ജീവിതത്തിൽ അത് പണ്ടാറും. അതുകൊണ്ട് കട്ട് ചെയ്തില്ലെന്നാ അനാവശ്യ ചെലവ്. ചെയ്യണമായിരുന്നു. കട്ട് ചെയ്ത് 6 മാസമുണ്ട്. കല്യാണം കുറി വളരെ ഭയങ്കര ഇതാക്കി എടുത്തില്ല. അല്ല, ആരുടെ ബുദ്ധിയായാലും അതെനിക്കൊരു 2,500-3,000 രൂപയ്ക്ക് എനിക്ക് 3,000 രൂപയ്ക്ക് എത്ര കല്യാണക്കുറി ആയിരുന്നു? 500 കല്യാണം. ഇതിനകത്ത് കിടപ്പുണ്ടോ? കല്യാണക്കുറി കിടപ്പുണ്ടോ? കല്യാണക്കുറി എടുത്ത് ഏകദേശം 1000 കല്യാണക്കുറിയോളം ഞാൻ ഇതിന്റെ ഫ്രണ്ടിലോട്ട് അതിന് തന്നെ 10 രൂപ. സിമ്പിൾ ആയിട്ടൊരു സാധനം കല്യാണക്കുറി അടിച്ച് ഇത് എത്രയോട് 1000 ആണോ? 2,500 കോപ്പിയാ. എത്ര കോപ്പി അടിച്ചത്? 800 കോപ്പികൾ. 800 കോപ്പി 2,500 രൂപ. അവിടെ സിമ്പിൾ ആയിട്ട് പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്ത് അടിച്ചാണ്. അതിന്റെ ഒരു ക്വാളിറ്റി കുറവുണ്ട്. ഇത് മതി. ഒരു കല്യാണക്കുറി ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചൊന്നും വെക്കാൻ പോകുന്നില്ല. അഞ്ജന ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ എഴുതിയത്. നീ ഒന്ന് ക്യാൻമേലിടാൻ ഞാൻ പറഞ്ഞു. അപ്പം കല്യാണക്കുറി ചുരുക്കാതെ പണ്ടൊക്കെ നമ്മള് കല്യാണം തരുന്നെന്ന് പറഞ്ഞാൽ കല്യാണക്കുറി 2 ആണുങ്ങൾക്ക് അത്ര ചെലവില്ലായിരുന്നു. 1 രൂപ 1.5 രൂപയ്ക്ക് പണ്ട് ഒരു 10 വർഷം മുമ്പ് കല്യാണം നടത്തിയെടുക്കായിരുന്നു. പിന്നീട് അത് 5 വർഷം മുമ്പ് 3-4 ലക്ഷം രൂപയായി. ഇപ്പൊ ഒരു 5 വർഷം പിന്നെയും കഴിഞ്ഞപ്പോഴത്തേക്ക് 8 ലക്ഷം രൂപയിൽ വന്ന് നിൽക്കുക. ഇവൻ നടത്തിൽ കുറച്ച് ചുരുക്കി നടത്തുകയാണെങ്കിൽ 5 ലക്ഷം രൂപ നടത്താം. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ പെണ്ണിനേക്കാളും വലിയ ചെലവാണ് കല്യാണം കഴിക്കാൻ ചെക്കന്. ഇതിന്റെ പൈസ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ആണുങ്ങൾ അങ്ങനെ കിട്ടത്തില്ല. ചുമ്മാ അവിടെ നാരങ്ങ കൊടുത്തിട്ട് വാരി എടുത്തുണ്ടായിരുന്നു. ഒരു നാരങ്ങ കൊണ്ട് കൊടുക്കും. പോരട്ടെ ഇവിടെ ലെഫ്റ്റ് ഇവിടെ 50 ലക്ഷം രൂപയോളായിട്ട്. അത് തരണോ?
അപ്പം നീ പറയുന്നത് വെച്ചാൽ 50 ലക്ഷം രൂപ ആകുമ്പോൾ ഏതാണ്ട് 100 പവൻ. 50 ലക്ഷം രൂപയ്ക്ക് 100 പവനൊന്നും കിട്ടത്തില്ല പണ്ട. എത്ര? 25 പവൻ അല്ല 50 പവൻ. നീ മിണ്ടാതിരിക്ക്. 50,000 രൂപ. 55,000. മാമ ഞങ്ങളെ ഇവിടെ എത്താറായിട്ടോ. മാമാന്നൊക്കെ വിളിക്കുന്നത് ബഹുമാനം. ഒരു പവന് 50,000, 60,000 കൂട്ടി. ഒരു പവന് 50,000. എത്ര പവൻ ഉണ്ടായിരുന്നു? ഞാൻ പറയത്തില്ല. പ്രിയേഷ് അച്ഛനെ അമ്മയൊക്കെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു. അതല്ല ഇവര് പറഞ്ഞു കുറച്ചെങ്കിലും വേണം. ആര് പറഞ്ഞു? പൈസ കൂടുതലല്ലേ, നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് എടുത്താൽ പോരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞില്ല, അതെന്നോട് രഹസ്യമായിട്ട് ഇത്ര വേണമെന്ന് പറഞ്ഞു. ഒരിക്കലും പറയത്തില്ല. നിനക്കറിയാത്ത ഒരു പ്രിയേഷ് ഉണ്ടടാ. നിന്നോട് എത്ര ഒരു കട്ടൻ ചായ അങ്ങോട്ട്. ഒരിക്കലും പ്രിയേഷ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ അങ്ങനെ നിന്നെ എടുക്കാൻ 500 പവനെങ്കിലും മേടിക്കും. കല്യാണത്തിന് മുന്നേ ഞാൻ പ്രിയേഷിനോട് പറഞ്ഞായിരുന്നു, ഇപ്പൊ മറ്റേ ഒരു ഇതുണ്ടല്ലോ ഈ രജിസ്റ്റർ ഓഫീസില് വീഡിയോ ക്യാരക്ടർ എന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്ന ആ ടൈപ്പ് മതിയെന്ന്. എന്തുകൊണ്ട് പ്രിയേഷ് ഡേറ്റ് എടുത്തിട്ടല്ല ചേട്ടാ, ഞാൻ ഒത്തിരി മുന്നേ പറഞ്ഞ അങ്ങനത്തെ എന്റെ വീട് നിന്റെ വീട്ടിൽ ഒപ്പിട്ട് അത്ര മാത്രം മതി. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കണം. അതിന്റെ അതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു ഈ 8 ലക്ഷം രൂപ ലാഭിക്കായിരുന്നു. അല്ല റിസപ്ഷൻ ചെറുതായിട്ട് രണ്ടുപേരോട് റിസപ്ഷൻ നടത്തുന്നത് ഓക്കെ, പക്ഷെ വേറെ ഒരു പരിപാടിയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലേ നീ എന്ത് ഉത്തരം പറഞ്ഞില്ല പറഞ്ഞു, പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ അഞ്ജനയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്റെ വീട്ടില് പ്രാക്ടിക്കലി പോസിബിൾ, കാരണം ഇവളുടെ വീട്ടിലാണെങ്കിൽ അല്ല നിങ്ങളുടെ വീട്ടുകാർക്ക് അത് അങ്ങനെ നല്ലപോലെ നടത്തണമെന്നില്ലായിരുന്നോ? അതല്ല ഇപ്പൊ ഞാൻ പറയുന്ന ഈ അണ്ണൻ പറയുക അങ്ങനെ മതി, പക്ഷെ അണ്ണൻ പറഞ്ഞ അങ്ങനെ മതി എന്ന് എല്ലാരും തീരുമാനിക്കും. ഞാൻ പറഞ്ഞ അത്രക്ക് ഇത്രേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇവൻ പറഞ്ഞില്ല? അപ്പന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ടേ വരാൻ പറ്റൂ. ഗോൾഡ് ഒന്നും നിന്റെ അച്ഛൻ ഇവനെ വിളിച്ച് പറയണം മോളെ, അവളതൊക്കെ പറയും നമുക്കൊരു മോളെ ഉള്ളപ്പോ കല്യാണം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അണ്ണൻ സ്വന്തം വീട്ടിൽ പോലും ചോദിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കല്യാണത്തിന് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അയ്യോ ഒന്നും പറ്റില്ല മോനെ, ഒരുപാട് പേരുണ്ട്, 2000 പേര് വരും എന്ന് പറഞ്ഞാണ്. ചോദിക്കായിരുന്നല്ലോ ഈ ഇപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചാലൊക്കെ അമ്മയച്ഛനും അങ്ങോട്ട് പറഞ്ഞ മോനെ നമുക്ക് ഇങ്ങനെ മതിയത്. അവരത്രയും സ്ട്രെയിൻ എടുത്തായിരിക്കും ആ കല്യാണം അങ്ങനെ സിമ്പിൾ ആയിട്ട് നടത്തിയത്. എന്തിനാ വന്നേ? എന്തിനാ വന്നേ? എന്തിനാ വന്നേ? കല്യാണം കഴിക്കാനോ? കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് കിടക്കാം. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം അയ്യോ ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ഒപ്പിടാ ഇവിടെ പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പം സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണോ പാടിയത്? ഇതളവ് ഒപ്പിടാ